വാഹനങ്ങളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനുകളെയും പേഴ്സണലൈസേഷനെയും സംബന്ധിച്ച് പൊതുജനങ്ങളുടെയും വാഹനപ്രേമികളുടെയും അഭിപ്രായങ്ങൾ അറിയാൻ കേരള മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക സർവേ ആരംഭിച്ചു. വാഹനങ്ങളുടെ രൂപത്തിലും സാങ്കേതിക സംവിധാനങ്ങളിലും വരുത്തുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് നിലവിലെ നിയമങ്ങളും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും വിലയിരുത്തി വ്യക്തമായ നയരേഖ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. അപർണയാണ് ചേരുന്നത്. അപർണ, എന്തായാലും വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വാഹനപ്രേമികളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കേരള മോട്ടോർ വാഹന വകുപ്പ് സർവേ ആരംഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു സർവേയിൽ പറയുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വാഹനങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പേഴ്സണലൈസേഷനെ കുറിച്ചുമുള്ള നിർദ്ദേശങ്ങളും ആശങ്കകളും അറിയിക്കാൻ, ഈ വാഹനപ്രേമികൾക്കടക്കം അറിയിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സർവേക്കാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വാഹന മോഡിഫിക്കേഷനുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ വാഹനപ്രേമികളുടെയും അഭിപ്രായങ്ങൾ തേടുവാനും അവ നിയമസാധ്യതകൾ, ഇപ്പോൾ നിലവിൽ കുറച്ച് നിയമപരമായ കുറെ ബുദ്ധിമുട്ടുകൾ ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട്, അവയൊക്കെ സാധൂകരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സർവേക്ക് മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത്. റോഡ് സുരക്ഷയും കർശന പരിസ്ഥിതി മാനദണ്ഡങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് അടക്കം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഈ സർവേ ആരംഭിച്ചിട്ടുള്ളത്. ഒരു നിയമരേഖ അല്ലെങ്കിൽ ഒരു നയരേഖ രൂപീകരിക്കുകയാണ് ഈ സർവേയുടെ ലക്ഷ്യമെന്ന് തന്നെ പറയുന്നത്. വാഹന മോഡിഫിക്കേഷൻ ഏത് തരത്തിലാകാം, രൂപമാറ്റം ഏത് രീതിയിൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഗൂഗിൾ ഫോം വഴിയാണ് സർവേ നടക്കുന്നത്. എന്തായാലും എല്ലാവർക്കും, ഈ ജനങ്ങൾക്ക് ഇതിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എന്നാൽ കുറെ മാനദണ്ഡങ്ങളുണ്ട്, സംസ്ഥാനത്തിന്റെ നിയമ വശങ്ങളുണ്ട്, കൂടാതെ തന്നെ കേന്ദ്രം നൽകിയിട്ടുള്ള നിയമങ്ങളുണ്ട് ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിനെയൊക്കെ ഏത് തരത്തിൽ ബാധിക്കാത്ത തരത്തിൽ, ഈ നിയമങ്ങളെ ഒരുപാട് ബാധിക്കാത്ത തരത്തിൽ ഇത്തരത്തിൽ മോഡിഫിക്കേഷൻ നടത്താനുള്ള സാധ്യതകൾ ഈ വാഹന പ്രേമികൾക്കടക്കം നൽകാനുള്ള ഒരു നീക്കം കൂടിയുണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ വാഹനപ്രേമികൾ അടക്കം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഇത്തരത്തിൽ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് തങ്ങൾക്ക് ഇച്ചിരി കൂടി പ്രയോജനപരമാകുന്ന രീതിയിൽ മോഡിഫിക്കേഷൻ നടത്താനുള്ള അനുമതി നൽകണമെന്നുള്ളത്. അതൊക്കെ പരിഗണിക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാലും ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമാവില്ല. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അത് പരിസ്ഥിതിയെയും ഇത്തരത്തിലുള്ള നിയമങ്ങളെയും ഹനിക്കാത്ത രീതിയിൽ എങ്ങനെ നടത്താം എന്നുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത്. ശരി, വ്യക്തമാണ്. കേരള മോട്ടോർ വാഹന വകുപ്പ് എന്തായാലും പ്രത്യേക സർവേ ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. പൊതുജനങ്ങളുടെയും വാഹനപ്രേമികളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയുക എന്നതാണ് ഈ ഒരു സർവേയുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ വാഹനങ്ങളുടെ രൂപത്തിലും സാങ്കേതിക സംവിധാനങ്ങളിലും ഒക്കെ വരുത്തുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് നിലവിലെ നിയമങ്ങളും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ വിലയിരുത്തി വ്യക്തമായ ഒരു നയരേഖയൊക്കെ തയ്യാറാക്കുക എന്നതാണ് ഈ ഒരു സർവേയുടെ പ്രധാന ലക്ഷ്യം തന്നെ. വിവരങ്ങൾ നൽകിയത് അപർണ KS.